ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് റോയൽ ഐസിങ് യൂസ് ചെയ്ത് പ്ലം കേക്ക് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം 3 ടേബിൾ സ്പൂൺ ഷുഗർ ഒരു പാനിലിട്ട് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ കാരമലൈസ് ചെയ്യുക. ഷുഗർ ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്കും ഒരു 1/2 കപ്പ് വെള്ളം അതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലീൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്, ഞാനിവിടെ ചെറി, ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ഡേറ്റ്സ്, ഓറഞ്ച് ചോപ്ഡ്, ഇതൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഷുഗർ സിറപ്പിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഒരുപാട് ഡ്രൈ ആയി പോകാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട പിടിച്ച് പോകും. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുക. അതിനുശേഷം 1 കപ്പ് മൈദ എടുത്ത് 1 ടേബിൾ സ്പൂണ് ചോപ്ഡ് നട്ട്സും കൂടെ ചേർത്ത് അതിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്, ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കുക. എന്നാലേ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എല്ലായിടത്തും ഒരുപോലെ മിക്സായി കേക്കിന് ഒരേപോലെ ഒരു ഈവൻ കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അതിനുശേഷം ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറും 1 മുട്ടയും 1/4 ടീസ്പൂണ് വെനില എസൻസും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിൽ ചേർത്ത് മിതമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർത്ത് ആ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് എടുക്കുക. ഇത് റെഡിയായതും നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് മാവിൻ്റെ ആ മിക്സ്ചർ ഈ ലിക്വിഡിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. അധികം ഹാർഡായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഫോൾഡ് ചെയ്ത് എല്ലാം ഒരേ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ലിക്വിഡ് പോലെ ആയിരിക്കത്തില്ല, കുറച്ചൊരൽപ്പം തിക്നെസ് പോലെ ഈ കാണുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കും മാവ് വരുന്നത്, ബാറ്റർ. എന്നിട്ട് ഗ്രീസ്ഡ് ട്രേയിൽ ഈ ബാറ്റർ സ്പ്രെഡ് ചെയ്ത് ബേക്ക് ചെയ്ത് എടുക്കുക. ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്ത് എടുക്കുക. പ്ലം കേക്ക് റെഡി. ഈ പ്ലം കേക്ക് റെഡിയാവുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഐസിങ് പ്രിപ്പയർ ചെയ്യാം. ഐസിങ്ങിന് ആദ്യം ഒരു ബൗളിൽ 1.5 കപ്പ് ഐസിങ് ഷുഗറും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വേറൊരു ബൗളിൽ 2 മുട്ടയുടെ വൈറ്റ് മാത്രം, അതിലോട്ട് 1/4 ടീസ്പൂൺ വെനില എസൻസ്, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ്, ഇത് ഇത്രയും ചേർത്ത് ഒന്ന് പതപ്പിച്ചെടുക്കുക. പതപ്പിച്ചെടുത്ത ഈ മിക്സ് ഡബിൾ ബോയിലിംഗ് ചെയ്യുക. 1 നിമിഷത്തേക്ക് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. എഗ്ഗിലെ ബാക്ടീരിയയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം ഡബിൾ ബോയിലിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീറ്റർ വെച്ച് ഈ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് ഐസിങ് ഷുഗർ അല്പമായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ 1/4 ടീസ്പൂൺ വെനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം, ഫ്ലേവർ കിട്ടും നമുക്ക്. നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്ത ആ ഒരു സ്റ്റിഫ്നെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരിക. അതിനുശേഷം ഒരു ക്ലിംഗ് ഫിലിം വെച്ച് അതിനെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. നമ്മുടെ പ്ലം കേക്ക് ബേക്ക് ചെയ്ത് റെഡിയായി കഴിഞ്ഞു. പ്ലം കേക്ക് അതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐസിങ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഐസിങ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് മിക്സ് ചെയ്ത് നമ്മുടെ ഇതനുസരിച്ച് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. ഒരു ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്കും ഐസിങ് ഹാർഡായി നമ്മുടെ ഐസിങ് കേക്ക് റെഡിയാവും.